ഹലോ എവ്രിബഡി. സോ ഈ ഒരു വീഡിയോ നമ്മൾ ദുബായി പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കാരണം കൊണ്ട് എനിക്ക് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം ഏതായാലും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം നമ്മൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പം നമ്മളെയും കൊണ്ട് ഇതാ മാമനാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ഓക്കെ. അങ്ങനെ ദാ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തിയിട്ടോ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ദാ ആ കാണുന്നതാണ് ഗ്ലോബൽ വില്ലേജ്. അപ്പം നമുക്കിനി ഉള്ളിലേക്ക് പോവാം. ഓക്കെ. അങ്ങനെ ദാ ഫൈനലി നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാണ്ട് 30 പെവിലിയൻസ് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് ഏതായാലും മാക്സിമം പെവിലിയൻസ് കവർ ചെയ്ത് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പോകാൻ പോകുന്ന പെവിലിയൻ ഏതാണെന്നറിയോ? നമ്മളുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളുടെ ഇന്ത്യൻ കൾച്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം, നമുക്ക് പർച്ചേസ് ചെയ്യാം. ലൈക്ക് ജ്വല്ലറീസ് ഉണ്ട്, ഡ്രസ്സുകളുണ്ട്, പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട് നമ്മളുടെ ഇന്ത്യയിലുള്ള. അപ്പം നമുക്ക് പോയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഇതാ നമ്മൾ ഇന്ത്യ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഒരു പെവിലിയൻ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം തോനെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത പെവിലിയൻ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് മുന്നേ ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്ന മറ്റേ മാംഗോ ഐസ്ക്രീം കണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം എന്താണ് ഇത്ര ഹൈപ്പ് എന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോസിൽ കണ്ടപ്പം ഇങ്ങനെ കഴിക്കണം എപ്പോഴെങ്കിലും പറ്റിയാലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം എന്താണ് ഇത്ര ഹൈപ്പ് ഇതിലുള്ളതെന്ന്. ദുബായ് മാംഗോ ഐസ്ക്രീം. ഓക്കെ. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അവരുടെ എക്സ്പ്രഷന് പ്രത്യേകിച്ചൊരു ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞാനും കഴിച്ചു നോക്കി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നോർമൽ ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഒരുപാട് കാണാനുണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ട സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ 2 ആൾക്കാർ ബാക്കിൽ നിന്ന് എനിക്ക് ഹൈ ഹൈ തന്നു കേട്ടോ. പിന്നെ ഇതാ അമേരിക്ക, തായ്ലാൻഡ്, ഈജിപ്ത്, കൊറിയ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കയറിയിട്ടോ. എനിക്ക് മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല. ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പുറത്തിറങ്ങിയപ്പം കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അവിടെ വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വെള്ളം ഇങ്ങനെ വരുമ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഓടി കളിക്കാൻ നല്ല രസം. ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ മോനോടും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയായിരുന്നു കേട്ടോ. ആൾക്ക് ഒരു നനയോ എന്നുള്ളൊരു പേടി. പക്ഷെ ഞങ്ങളൊക്കെ കളിച്ചു, നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടിക്കളിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടെ കുറച്ച് ലൈവായിട്ട് ഷോസൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് പേരുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഏതാണ്ട് നമ്മളെല്ലാതും കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മാക്സിമം ഇവിടെ വരുമ്പം എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുട് വെയർ ഇടണം. കാരണം അത്രയ്ക്കും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. കുറേ നടക്കുമ്പോൾ നമുക്ക് കാല് വേദനയാവും. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ഫുട് വെയർ ചെയ്യുക. അപ്പം പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലെത്തി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അജ്മാനിലെത്തി. അങ്ങനെ അജ്മാനിലെത്തിയിട്ട് നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല അൽഫാമൊക്കെ കഴിച്ച് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിക്കണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.